പ്രേത കഥകൾ, പ്രത്യേകിച്ച് സ്കൂൾ ഹൊറർ സ്റ്റോറീസ് കാണാനായി എന്റെ കൂട്ടുകാർക്ക് പ്രത്യേക ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇന്ന് 2019 റിലീസായ ഡെത്ത് വിസ്പർ എന്ന ഒരു സ്കൂൾ ഹൊറർ സ്റ്റോറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് രാത്രി സമയം ഒരു ഹൈസ്കൂളിലെ സ്വിമ്മിംഗ് പൂൾ ഏരിയ കാണിച്ചുകൊണ്ടാണ്. അവിടെ ഒരു വിദ്യാർത്ഥിനിയുടെ മൃതദേഹം വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്നത് നമുക്ക് കാണാം. അതിനടുത്തായി തന്നെ മറ്റൊരു വിദ്യാർത്ഥിനി ഒരു പ്രത്യേക രീതിയിൽ പേടിപ്പെടുത്തുന്ന ശബ്ദത്തോടെ നടന്നു പോകുന്നതും കാണാം. പിന്നീട് നമ്മൾ ഒരു റൂം കാണുമ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥിനി തൂങ്ങി നിൽക്കുന്ന നിലയിലുണ്ട്. അതിലൂടെയും മുന്നേ ആ ശബ്ദമുണ്ടാക്കി നടന്നുപോയ അതേ വിദ്യാർത്ഥിനി നടന്നു പോകുന്നതായി കാണാം. ഇതേ സമയം മറ്റൊരു പെൺകുട്ടി സിൻഡി എന്നൊന്നും ചെയ്യല്ലേ, പ്ലീസ് ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് വളരെയധികം കരഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നതും, പക്ഷേ ഒടുക്കം അവൾ ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്കുന്നതും കാണാം. ഇവരൊക്കെ ആരാണ്, എന്തുകൊണ്ടാണ് ഇവർ മരിച്ചത് എന്നത് ഇപ്പോ ഒരു ചോദ്യചിഹ്നമായി ഇവിടെ നിൽക്കട്ടെ. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായ അലക്സ് ഈ ഒരു ഹൈസ്കൂളിലേക്ക് ഒരു പുതിയ സ്റ്റുഡന്റ് ആയി എത്തുന്നതാണ്. ഈ ഒരു സ്കൂൾ നല്ലതാണെങ്കിലും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് വല്ലാതെ അങ്ങ് റാഗ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന ഒരു ദുഷ്പേര് ഈ ഒരു സ്കൂളിനുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ അലക്സിനോട് മോനെ ഇവിടെ പഠിക്കണോ, ഒന്നുകൂടെ ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അലക്സ് ഇല്ല, എനിക്ക് ഇവിടെ തന്നെ പഠിക്കണമെന്ന് പറയാണ്. കാരണം ഈ സ്കൂള് ഇങ്ങനെ ഫസ്റ്റ് ഇയർകാർക്ക് റാഗിങ്ങിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും 3 വർഷം ഈ സ്കൂളിൽ പഠിച്ചു കഴിയുമ്പോഴേക്കും വലിയ വലിയ യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ നല്ല ലെവലില് ജീവിതം പിന്നെ സെറ്റ് ആവും. കാരണം അത്രത്തോളം ഇന്റൻസീവ് ആയിട്ടുള്ള പഠനമാണ് ഇവിടെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ വൻ ഡിമാൻഡുമാണ്. അങ്ങനെ അലക്സ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. ആ ടീം നമുക്ക് ഈ സ്കൂളിലെ മെയിൻ 3 തരികിട പിള്ളേരെ കാണാം. തരികിട എന്ന് പറഞ്ഞാല് 3 എണ്ണവും നല്ല പെശകാണ്. കാരണം സീനിയേഴ്സ് ആണ്, അതിൻ്റെതായ അഹങ്കാരമാണ്, കയ്യിലിരിപ്പെല്ലാം. ആ പെണ്ണിന്റെ പേര് എറിക്ക എന്നും അതിലാ പൊക്കം കൂടുതലുള്ളവന്റെ പേര് ആൻഡ്രേ എന്നും ആ പൊക്കം ഇത്തിരി കുറഞ്ഞ കൂടെയുള്ള മറ്റു പയ്യന്റെ പേര് റൈസ് എന്നുമാണ്. ഇവര് 3 പേരും നല്ല സമ്പന്നമായ വീട്ടിലെ കുട്ടികളും ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഒന്നും ഇവരെന്ത് കാണിച്ചാലും ഒന്നും തന്നെ പറയാറില്ല. അങ്ങനെ ഈ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനുള്ള മീറ്റിംഗ് പ്രിൻസിപ്പൽ നടത്തുന്നു. മീറ്റിംഗിന് നിൽക്കുന്ന ടൈമാണ് അലക്സ് അവിടെ ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നത്. അവളുടെ പേര് മാഗി എന്നാണ്. അവളാണ് നമ്മുടെ കഥാനായിക. അലക്സ് അവളെ നോക്കുന്നത് കണ്ട് അവൾ തിരിച്ച് അലക്സിനെ ചിരിച്ചു കാണിക്കുന്നു. അവളും അലക്സിനെ പോലെ തന്നെ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. അങ്ങനെ പ്രിൻസിപ്പലിന്റെ ഫോർമൽ മീറ്റിംഗിന് ശേഷം ഈ 3 സീനിയേഴ്സും കൂടി ഫസ്റ്റ് ഇയേഴ്സിനെ വിളിച്ച് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. ഇതേ നോക്ക്, ഇത് ഈ സ്കൂളിന്റെ വർഷങ്ങളായി പിന്തുടർന്നു വരുന്ന ഒരു ചരിത്രമാണ്. ഫസ്റ്റ് ഇയർകാര് സീനിയേഴ്സ് പറയുന്നത് കേട്ട് പട്ടിയെ പോലെ പണിയെടുക്കേണ്ടി വരും. ഞങ്ങളും ഇതിലൂടെയൊക്കെ കടന്നുപോയതാ. എതിർക്കാതെ അനുസരിച്ച് നിന്ന ഞങ്ങളെ പോലെ ഫൈനൽ ഇയർ ആവുമ്പോ രാജാവിനെ പോലെ വിലസിനിക്കാം, അല്ലെങ്കിൽ നല്ലത് എല്ലാണ്ണവും മേടിക്കുമെന്ന് ആൻഡ്രി അവരെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഇവരെല്ലാം പറയുന്നത് അനുസരിക്കുന്നുണ്ടോ അതോ പറയുന്നതൊക്കെ മനസ്സിലാവാതെ റിബല്ലാവാനുള്ള പരിപാടിയാണോ എന്നറിയാനായി അവിടെ എല്ലാത്തിനോടും പുഷപ്പ് ഒക്കെ എടുക്കാനായി പറയുന്നു. അങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും അവർക്ക് സീനിയേഴ്സ് കൊടുത്ത പുഷപ്പ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് ഇന്നത്തെ ഒരു ദിവസമല്ല, ഇനി ഒരു വർഷക്കാലം, അതായത് അടുത്ത ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ ബാച്ച് വരുന്നത് വരെ ഇവരെ സീനിയേഴ്സ് അവർക്ക് തോന്നുന്ന രീതിയിൽ പേടാപ്പാട് പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു വർഷം സഹിച്ചാൽ പോരാ, അത് കഴിയുമ്പോൾ നമ്മളെ ഇവരൊന്നും പറയില്ലല്ലോ എന്ന ആശ്വാസമാണ് ഇത് കേൾക്കുന്ന ആ കുട്ടികൾക്കുള്ളത്. അങ്ങനെ പിന്നീട് അലക്സ് ഇവിടെ ജോയിൻ ചെയ്തിട്ട് 13 ദിവസങ്ങൾ പിന്നിടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിനോടകം അവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിച്ച് ദ്രോഹിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അവനാകട്ടെ അവൻ അച്ഛൻ പണ്ട് കൊടുത്ത ഒരു ഡയറി അവന്റെ ഉണ്ട്. അതിൽ ഈ സീനിയേഴ്സ് ഇവിടെ ചെയ്തു കൂട്ടുന്ന എല്ലാ കൊള്ളരുതായ്മകളും പടമായി വരച്ചു വെക്കുന്നുണ്ട്. സീനിയേഴ്സ് നടന്നു പോകുമ്പോൾ ജൂനിയേഴ്സ് ആരും തന്നെ എതിരെ നടന്നു വരാൻ പാടില്ല. പണ്ടൊക്കെ ഈ അയിത്തവും തൊട്ടുതീണ്ടായ്മയൊക്കെ ഉണ്ടെന്ന് കേട്ട ആ ഒരു സമയത്ത് നടന്നിരുന്ന പോലത്തെ കാര്യങ്ങളാണ് അവിടെ ഇപ്പൊ നടക്കുന്നത്. സീനിയേഴ്സ് ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകളൊന്നും തന്നെ ജൂനിയേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. സീനിയേഴ്സ് മെസ്സിലുള്ളപ്പോ അവിടെ വന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല. ജൂനിയേഴ്സ് എന്ത് സാധനം ഉപയോഗിക്കുന്നുണ്ടാലും സീനിയർക്ക് വേണമെങ്കിൽ അത് തട്ടിപ്പറിച്ചെടുക്കാം. ജൂനിയർ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അവരവിടെ ചെയ്യുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഒരു വർഷമല്ലേ എന്നോർത്ത് എല്ലാവരും എല്ലാം സഹിക്കുന്നു. അങ്ങനെ അലക്സ് ഇവിടെ എത്തി 17 ദിവസങ്ങൾ തികയുന്ന ദിവസം നമ്മൾ അലക്സിനെ കാണുമ്പോൾ അവന് വാഷ്റൂമിൽ പോകാഞ്ഞിട്ട് വൈ നല്ലതായിട്ട് ടോയ്ലറ്റ് പോകാൻ മുട്ടി നിൽക്കുന്ന സമയത്ത് പതിയെ സീനിയേഴ്സ് ആരെങ്കിലും പരിസരത്തുണ്ടോ എന്നൊക്കെ നോക്കി അവൻ വാഷ്റൂമിൽ കയറാനായി തുടങ്ങുമ്പോഴാണ് പുറകിന്ന് ഒരു ശബ്ദം. എന്താടാ വാഷ്റൂമിൽ കയറി പോരുതെന്ന് അറിയത്തില്ല എന്നുള്ള ശബ്ദം കേട്ടവൻ അത് പിന്നെ വളരെ അർജന്റ് ആയതുകൊണ്ട് നിവൃത്തികേട് കൊണ്ട് പോകാൻ നോക്കിയതാണെന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുന്നത് അത് സീനിയർ ആയിരുന്നില്ല, മറിച്ച് മാഗി ആയിരുന്നു. മാഗി അലക്സിനെ ഒന്ന് പേടിപ്പിക്കാനായി അങ്ങനെ
പറഞ്ഞതാണ്. എന്തായാലും അത് കേട്ട് അലക്സിന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ഇവിടെ ഒന്ന് നിന്ന് സീനിയേഴ്സ് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാവോ, എനിക്ക് വളരെ അർജന്റായി ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ മാഗി വേഗം തന്നെ അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ പുറത്ത് അലക്സ് മാഗിക്ക് കാവല് നിൽക്കുന്ന ടൈം അവിടേക്ക് 2 സീനിയേഴ്സ് വരുന്നു. അവർ വാഷ്റൂമിലേക്ക് കയറാനായി വരുന്നത് മനസ്സിലാക്കുന്ന അലക്സ് പെട്ടെന്ന് അവിടെ ഒന്ന് പരുങ്ങുമ്പോ, എന്താ കയറാൻ നിൽക്കുവാണോ, ഇവിടുത്തെ റൂൾസ് ഒന്നും അറിയില്ലെന്ന് സീനിയേഴ്സ് ദേഷ്യപ്പെടുമ്പോ, എന്നെ ഇവിടെ കാവല് നിർത്തിയതാ, അകത്ത് ഒരു എലി ചത്തി കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ആ കാര്യം ഇങ്ങോട്ടേക്ക് പോകാൻ വരുന്നവരോട് പറയാനായിട്ട് ഒരു സീനിയർ നിർത്തിയതാണെന്ന് അവൻ പറയുന്ന ടീം, ആ ശരി, എന്തായാലും നിന്നെ ഞങ്ങൾ ഇങ്ങനെ കണ്ടതല്ലേ, ഒരു 10 പുഷപ്പ് അങ്ങ് എടുത്തോന്ന് പറഞ്ഞ് അവനെ കൊണ്ട് പുഷപ്പ് എടുപ്പിച്ച് അവരങ്ങ് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അലക്സ് അവിടെ നിൽക്കുമ്പോഴാണ് അകത്ത് നിന്ന് മാഗി ഇറങ്ങി വരുന്നത്. ഞാൻ കാരണം ബുദ്ധിമുട്ടിയല്ലേന്ന് അവള് ചോദിക്കുമ്പോ, അതൊന്നും ഒരു പ്രശ്നമല്ലാന്ന് അവനും പറയുന്നു. അങ്ങനെ അലക്സും മാഗിയും നല്ല കമ്പനി ആവുന്നു. അന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് മാഗിയുടെ പുറകെ പോകാനായി അലക്സ് ഒരുങ്ങുമ്പോഴേക്കും ആ സീനിയർ ആയ റൈസ് അലക്സിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവനെ കൊണ്ടുപോകുന്നത് മറ്റേ 2 സീനിയേഴ്സ് ആയ ആൻഡ്രയും എറിക്കയും ഉള്ള സ്ഥലത്തേക്കാണ്. അലക്സിന്റെ അച്ഛൻ ഒരു ഷാമനായിരുന്നു. ആത്മാക്കളുമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ജീവനോടെ ഇല്ല, മരണപ്പെട്ടു. പക്ഷെ അത് മനസ്സിലാക്കുന്ന ഇവരാകട്ടെ, നിന്റെ അച്ഛൻ ഒരു ഷാമൻ ആയതുകൊണ്ട് തന്നെ അച്ഛനെ പോലെ നിനക്കും ഈ ആത്മാക്കളോടൊക്കെ സംസാരിക്കാനായിട്ടുള്ള കഴിവ് കാണുമല്ലോ, ആ കഴിവൊന്ന് പരീക്ഷിക്കാനായിട്ടാ നിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇവിടെ മുന്നേ 3 പെൺകുട്ടികള് മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആത്മാക്കളെ നീ ഞങ്ങൾക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഈ പറയുന്ന പവറൊക്കെ എന്റെ അച്ഛനല്ലേ ഉണ്ടായിരുന്നത്, എനിക്കതൊന്നും അറിയില്ലാന്ന് അലക്സ് പറയുന്നുണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല. പറ്റില്ല, നീ ചെയ്തിട്ട് ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് അവര് കട്ടായം പറയുമ്പോ മറ്റു വഴിയില്ലാതെ ഒരു പേനയും ഒരു പെൻസിലും പേപ്പറും എടുത്ത് അലക്സും മറ്റൊരു സീനിയറും കൂടി അതിൽ കൈവയ്ക്കുന്നു. അങ്ങനെ അലക്സ് ആ 3 ആത്മാക്കളിൽ ഒരാളുടെയെങ്കിലും സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു പേപ്പറിൽ പെൻസിൽ കൊണ്ട് ഒരു വട്ടം വരയ്ക്കണമെന്ന് അലക്സ് പറയുന്നു. അങ്ങനെ ഏറെ നേരം ആത്മാവധ ചെയ്യും എന്ന് പ്രതീക്ഷ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ സംഭവിച്ചില്ല. ആ സമയത്ത് എറിക്ക അലക്സിന്റെ ബാഗിൽ നിന്ന് അവന്റെ ആ ഡയറി കണ്ടെടുക്കുന്നു. ആ ഡയറിയിലാണ് സീനിയേഴ്സിനെ പറ്റി ഇങ്ങനെ ഓരോന്നും കുത്തിക്കുറിച്ച് അലക്സ് വെച്ചിരിക്കുന്നത്. അത് ഓരോ ചെറിയ പിക്ചേഴ്സിന്റെ രൂപത്തിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർക്ക് അത് ക്ലിക്ക് ആയിട്ടില്ല. എന്തായാലും എന്തൊക്കെയോ ഡൗട്ട് തോന്നിയത് കൊണ്ട് തന്നെ അവർ ആ ബുക്ക് ഫുൾ പരിശോധിക്കുന്നു. അലക്സിനാകട്ടെ ആ ബുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. കാരണം അലക്സിന്റെ അച്ഛൻ അവന് പണ്ട് നൽകിയ ഒരു ബുക്കായിരുന്നു അത്. ആ ബുക്ക് തിരിച്ചു തരാനായി അലക്സ് ആവശ്യപ്പെടുമ്പോൾ അവരത് കൊടുക്കുന്നില്ല. ആ സമയത്താണ് അലക്സ് ആ കാഴ്ച കാണുന്നത്. മുന്നേ അവൻ അവിടെ വെച്ചിരുന്ന പെൻസിലില് തനിയൊരു അനക്കമുണ്ടാകുന്നു. അത് ആ പേപ്പറിൽ തനിയൊരു വട്ടം വരയ്ക്കുന്നു. അലക്സ് ആ കാഴ്ച കണ്ട് ആകെ പേടിക്കുന്നു. കാരണം ഇത് അവിടെ ആത്മാവുണ്ട് എന്നതിന്റെ സൂചനയാണല്ലോ. പക്ഷെ ഈ ഒരു കാഴ്ച അവൻ മാത്രമേ കണ്ടുള്ളൂ. സീനിയേഴ്സ് ആരും തന്നെ കണ്ടില്ല. അവരൊക്കെ ആ ബുക്കിന്റെ ശ്രദ്ധയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അലക്സ് വരച്ചതായിരിക്കുമെന്ന് അവർ കരുതുന്നു. എന്തായാലും അലക്സിന് ആ ബുക്ക് തിരിച്ചവർ കൊടുക്കാതെ അത് സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കുകയാണ്. അതിനുശേഷം അവനോട്, ദേ മുന്നേ നിന്നോട് 3 ആത്മാക്കളുടെ കാര്യം പറഞ്ഞില്ലേ, അതിലൊരുത്തി ഈ സ്റ്റോർ റൂമിലാ തൂങ്ങിച്ചത്തത്. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നീ ബുക്ക് എടുക്കാനായി അകത്തേക്ക് പോകുന്ന ടീം അവളെ കണ്ട് ഒരു ഹായ് പറഞ്ഞിട്ട് വരാന്ന് അവനെ കളിയാക്കി അവരങ്ങ് പോകുന്നു. അലക്സിനാകട്ടെ ആ ബുക്ക് അത്ര വേണ്ടപ്പെട്ടതായതുകൊണ്ട് അതങ്ങനെ കളയാനായി അവന് മനസ്സ് വരുന്നില്ല. അവന് ഉള്ളിൽ നല്ല പേടിയുണ്ട്. കാരണം മുന്നേ ആ പെൻസിൽ തന്നെ അനങ്ങി വട്ടം വരച്ചില്ലേ, അതുകൊണ്ട് പ്രേതമുണ്ടെന്ന് ഉറപ്പിക്കുന്നവൻ പേടിയുണ്ടെങ്കിലും ധൈര്യം സംഭരിച്ച് ബുക്ക് എടുക്കാനായി അകത്തേക്ക് പോകുന്നു. അങ്ങനെ അകത്ത് ചെല്ലുന്നവൻ ആ ബുക്ക് കാണുന്നു. പക്ഷെ അത് എടുക്കാനായി നോക്കുമ്പോൾ കൈ കിട്ടാതെ അത് അല്പം ദൂരത്തേക്ക് മാറിപ്പോകുന്നു. ഇതെന്താ ഇതിങ്ങനെ മാറിയതെന്ന് പേടിച്ച് അവൻ വീണ്ടും അത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ആ പ്രേത രൂപത്തെ കണ്ട് അവൻ ആകെ പേടിക്കുന്നു. ആ ബുക്ക് എടുക്കാതെ അവൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് റേസിനെയാണ്. റേസ് അടുത്ത ദിവസം കയ്യിൽ ഒരു ലെറ്ററുമായി സ്വിമ്മിംഗ് പൂൾ ഏരിയയിലേക്ക് പോകുന്നു. അവിടെ പെൺകുട്ടികളുടെ പൂളിന്റെ ലോക്കറിന്റെ അടുത്തേക്ക് ചെല്ലുന്നവൻ അവിടെ ഇങ്ങനെ എന്തോ ഒന്ന് അന്വേഷിക്കുകയാണ്. അതുവഴി വരുന്ന മറ്റൊരു സീനിയർ, എന്നീ ഇവിടെ എന്തെടുക്കുക, ഇത് പെൺകുട്ടികളുടെ ലോക്കർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ എറിക്കയുടെ ലോക്കർ ഒന്ന് കാണിച്ചു തരാനായി പറയുന്നു. അതേ ആ 6-ാം നമ്പർ ലോക്കർ ആണെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ലെറ്റർ റേസ് വെക്കുകയാണ്. റേസിന് എറിക്ക ഇഷ്ടമാണ്. അത് പക്ഷെ ഡയറക്റ്റായി പറയാൻ ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഒരു ലവ് ലെറ്റർ എഴുതി വെക്കുകയാണ് അവൻ. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അലക്സിനെയാണ്. അലക്സ് ആകട്ടെ PT പീരീഡിൽ ഗെയിം കളിക്കാൻ പോകാതെ ക്ലാസ്സിലിരുന്ന് ഉറങ്ങി പോകുന്നു. അതുകൊണ്ട് തന്നെ പണിഷ്മെന്റ് ആയി സാർ അവനോട് PT പീരീഡ് കഴിയുമ്പോൾ ആ ബോൾ എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവയ്ക്കാനായി ആവശ്യപ്പെടുന്നു. അവനങ്ങനെ ബോൾ പെറുക്കിക്കൊണ്ടിരിക്കുന്ന ടീം കോർട്ടിലെ ലൈറ്റുകളെല്ലാം തന്നെ ഓഫ് ആകുന്നു. കൂടാതെ ഒരു ബോളും ആരോ എടുത്ത് എറിഞ്ഞതുപോലെ അവന്റെ നേരെ ഉരുണ്ടു വരുന്നു. അവൻ പേടിച്ച് ആരാണെന്നറിയാനായി തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. പക്ഷെ പെട്ടെന്ന് 3 ബോളുകൾ 3 പേരിങ്ങനെ തട്ടുന്നത് പോലെ മേളിലോട്ടും താഴോട്ടും ബൗൺസ് ചെയ്ത് നിൽക്കുന്നത് കണ്ട് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും ആ 3 പെൺകുട്ടികളുടെ ആത്മാക്കളെയും അവന് കാണാൻ സാധിക്കുന്നു. അവൻ വല്ലാതെ പേടിച്ച് പുറത്തേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടി നേരെ ചെന്ന് തട്ടുന്നത് റേസിനെയാണ്. ആ ടീം റേസിന്റെ കയ്യിലുണ്ടായിരുന്ന സിപ്പപ്പ് താഴെ വീഴുന്നു. ഇടിച്ച് സിപ്പപ്പ് താഴെ ഇട്ടതിനുള്ള ദേഷ്യത്തിന് റേസ് നല്ലൊരു ഇടി തിരിച്ച് അലക്സിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലേലെ അലക്സിനെ കണ്ട ചുമ്മാ ഉപദ്രവിക്കാനായിട്ടിരിക്കുക. അപ്പൊ ഇതൊരു കാരണമാക്കി നല്ല ഒരെണ്ണം കൊടുത്തു. എന്തായാലും അലക്സിനെ ഇങ്ങനെ ആ സീനിയർ ഉപദ്രവിച്ചതാകട്ടെ മാഗി കാണുന്നുണ്ടായിരുന്നു. മാഗി അലക്സിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. കൂടാതെ അലക്സിന്റെ ബുക്ക് ആ ഒരു സ്റ്റോർ റൂമിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന മാഗി അത് അവന് വേണ്ടി എടുത്തു കൊടുക്കുന്നു. അലക്സ് അവളുടെ ഈ ഒരു സഹായത്തില് വളരെ ഹാപ്പി
ഹാപ്പി ആവുന്നു. അങ്ങനെ ഇവർ തമ്മിൽ വളരെ വലിയ കൂട്ടാവുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ റേസിനെ കാണുമ്പോൾ അവരവരുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സിലിരിക്കുകയാണ്. എല്ലാവരും ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഒരു ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ ടീം റേസിനാകട്ടെ നിന്നെ കൊല്ലുമെന്ന് വളരെ പേടിപ്പെടുത്തുന്ന ശബ്ദത്തിൽ ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് പോലെയാണ് കേൾക്കുന്നത്. അവൻ പെട്ടെന്ന് അവന്റെ ഹെഡ്സെറ്റ് മാറ്റി അടുത്തിരിക്കുന്ന ആളുടെ ഹെഡ്സെറ്റ് എടുത്തു വെക്കുമ്പോൾ അതിൽ നോർമൽ ആയിട്ടുള്ള പഠിപ്പിക്കുന്ന ഓഡിയോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതെന്താ എനിക്ക് തോന്നിയതായിരിക്കും കരുതി അവൻ അവന്റെ ഹെഡ്സെറ്റ് വീണ്ടും എടുത്തു വെക്കുമ്പോൾ വീണ്ടും അതേ ശബ്ദം. തവണ ആ ശബ്ദത്തിന് പുറമെ അവന്റെ ചുറ്റും വരുന്ന മറ്റു വിദ്യാർത്ഥികളെല്ലാം ഇവനെ നോക്കി നിന്നെ കൊല്ലുമെന്ന് ഒരേ സ്വരത്തിൽ പറയുന്നതായി തോന്നുന്നവൻ ആകെ പേടിക്കുന്നു. പേടിച്ചവനൊന്ന് നിലവിളിക്കുമ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാർ എന്ത് പറ്റിയെന്ന് തിരക്കുന്നു. ഒന്നുമില്ല സാർ, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് റേസ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ എറിക്ക നിൽപ്പുണ്ടായിരുന്നു. അവൾ ഒരു ചിരിയോടെ അവൻ മുന്നേ വെച്ചിരുന്ന ലവ് ലെറ്ററും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് അവൾ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാകാമെന്ന് കരുതി റേസ് വളരെ ഹാപ്പി ആകുന്നു. അവൻ അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവൾ അങ്ങ് നടന്നു പോവാണ്. അങ്ങനെ അവൻ അവളെ പിന്തുടർന്ന് റൂഫ് ടോപ്പിലേക്ക് എത്തുന്നു. ഇവിടെ വെച്ചാണല്ലോ മുന്നേ ഒരു പെൺകുട്ടി ചാടി മരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ റേസിനൊരു പന്തികേട് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഇവന് പക്ഷെ തിരിച്ചു പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവൻ നീ എന്തിനാ ഇവിടെ വന്നത്, നമുക്ക് പോകാന്ന് പറയുന്ന ടീം യഥാർത്ഥത്തിൽ ഏർക്ക അവന്റെ കൂടെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അവൾ താഴെ നിൽക്കുകയായിരുന്നു. റൂഫ് ടോപ്പിൽ നിൽക്കുന്ന റേസിനെ കാണുന്നവൾ ഇവൻ എന്താ എവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് ചിന്തിക്കുന്നു. താഴെ നിൽക്കുന്ന ഏർക്ക അപ്പോഴേക്കും മുകളിൽ നിൽക്കുന്ന റേസ് കാണുന്നു. അവൻ അപ്പോൾ തന്റെ അടുത്ത് നിൽക്കുന്നത് ആരാണെന്ന് അറിയാനായി പേടിയോടെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് പ്രേതമാണെന്ന് മനസ്സിലാവുകയും അടുത്ത നിമിഷം തന്നെ അവനെ അത് റൂഫ് ടോപ്പിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. തന്റെ വളരെ അടുത്ത സുഹൃത്തിന്റെ മരണം ഇങ്ങനെ കൺമുന്നിൽ കണ്ട് എറിക്കാകെ ഭയപ്പെടുന്നു. കൂടാതെ ഈ ഒരു ശബ്ദം കേട്ട് അവിടെ മറ്റു കുട്ടികളും ഓടിക്കൂടിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അലക്സും ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്കെല്ലാം ഇത് റേസിന്റെ ഒരു ആത്മഹത്യയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അങ്ങോട്ടേക്ക് നോക്കുന്ന അലക്സിന് അവിടെ ആ 3 ആത്മാക്കളെ കാണാം. അങ്ങനെ പിന്നീട് PT പീരീഡില് അലക്സ് കോർട്ടിൽ നിൽക്കുന്ന ടീം സാർ അവനോട് കഴുത്തിൽ എന്താ ഒരു പ്രത്യേക ചെയിൻ കിടക്കുന്നത്, അത് ഒരു സ്കൂളിൽ അത് അലൗഡ് അല്ല എന്ന് പറയുമ്പോൾ ഇതെന്റെ അച്ഛൻ എനിക്കായി തന്നതാ. ഇന്നെന്റെ അച്ഛൻ ജീവനോടെ ഇല്ല, അതുകൊണ്ട് അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനത് ഉപയോഗിക്കുന്ന, എനിക്കത് ഊരാൻ കഴിയില്ല എന്ന് അവൻ പറയുമ്പോൾ നേരെ ചെന്ന് പ്രിൻസിപ്പലിനെ കാണും. സാറ് സമ്മതിച്ചാ ഞാനും അലോ ചെയ്യാന്ന് PT സാറ് പറഞ്ഞതുകൊണ്ട് പ്രിൻസിപ്പലിനെ കാണാനായി അലക്സ് പോകും വഴി അവിടെ ആ സ്കൂളിലെ ടോപ്പ് സ്റ്റുഡൻസ് മേടിച്ചിട്ടുള്ള ട്രോഫിയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഷെൽഫ് ഉണ്ട്. അതിലെ ചില്ല് തന്നെ പൊട്ടി ചിതറുന്നു. അത് കാണുന്ന അലക്സ് ഇതെങ്ങനെ ഇപ്പോ തന്നെ പൊട്ടിയെന്ന് മനസ്സിലാവാതെ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ടീം അവിടെ ആ 3 പെൺകുട്ടികളുടെ ഫോട്ടോ ഇരിക്കുന്നത് അവൻ കാണും. ഈ 3 പെൺകുട്ടികളുടെയും ആത്മാവിനെയാണ് താൻ കാണുന്നതെന്ന് അവന് മനസ്സിലാവുന്നു. അങ്ങനെ അവൻ നേരെ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ലേറ്റ് ആയി വന്നതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പലിനെ ബോധിപ്പിക്കാനായി മാഗി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവളെ കണ്ട് സംസാരിക്കുന്ന അലക്സ് ഇവിടെ മരിച്ച 3 പെൺകുട്ടികളെ പറ്റി നിനക്ക് അറിയാമോ, നീ അത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അവൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ 3 പേര് ഇവിടെ ഇങ്ങനെ മരിച്ചിട്ടുണ്ട്. നമ്മുടെ ആ സീനിയേഴ്സ് എന്നെ കൊണ്ട് എന്റെ അച്ഛൻ ശ്യാമനായതുകൊണ്ട് ഒരു ചെറിയ ചടങ്ങ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം അവരെ എനിക്ക് നന്നായി കാണാൻ പറ്റുന്നുണ്ട്, അവരുടെ പ്രസൻസ് എനിക്ക് നന്നായി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നെല്ലാം അലക്സ് പറയുമ്പോൾ നീ തമാശ പറയാണോ അതോ കാര്യമായിട്ടാണോ, എന്തായാലും എനിക്കിത് കേട്ട് നല്ല പേടിയാവുന്നുണ്ടെന്ന് അവൾ മറുപടി പറയുന്നു. അങ്ങനെ ഇവർ ഓരോന്നും സംസാരിച്ച് പുറത്തേക്ക് നടന്നു പോകുമ്പോൾ അവിടേക്ക് എറിക്ക വരുന്നു. കുറച്ചു ദിവസം മുന്നേ അലക്സിനെ കൊണ്ട് ഒരു അസൈൻമെന്റ് എറിക്ക അവൾക്ക് വേണ്ടി എഴുതി വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് സബ്മിറ്റ് ചെയ്തപ്പോൾ മാർക്ക് വളരെ കുറച്ചാണ് കിട്ടിയത്. നീ കാരണമാണ് എന്റെ മാർക്ക് കുറഞ്ഞതെന്ന് പറഞ്ഞ് എറിക്ക അലക്സിനെ അടിക്കുമ്പോൾ എന്റെ മാക്സിമമാ ഞാൻ അതിൽ ചെയ്തത്, അല്ലാതെ മനഃപൂർവ്വം മാർക്ക് കുറച്ച് കിട്ടാനായിട്ട് ഞാൻ ഒന്നും തന്നെ അത് ചെയ്തിട്ടില്ല എന്ന് അലക്സ് പറയുന്നത് കേൾക്കാതെ എറിക്ക അലക്സിനെ അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. അവൻ അടികൊണ്ട് നന്നായി വേദന എടുത്ത് കരയുമ്പോൾ അത് മാഗി കാണുന്നുണ്ട്. അവൾക്ക് നല്ല ദേഷ്യം വരുന്നത് എന്തിനാ ഇത്രയും മനസാക്ഷിയില്ലാതെ ഈ സീനിയേഴ്സ് പെരുമാറുന്നതെന്ന്. അങ്ങനെ അന്ന് രാത്രി ക്ലാസ് ഒക്കെ കഴിഞ്ഞ എറിക്ക തനിയെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ടീം വല്ലാത്തൊരു ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദമാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ ആ 3 പെൺകുട്ടികൾ മരിക്കുന്ന ടൈമും കേട്ടത്. ഇപ്പോൾ ഈ ശബ്ദം കേട്ട് അവൾ വളരെ പേടിയോടെ നേരെ പൂളിന്റെ അവിടേക്ക് ചെല്ലുന്നു. വേഗം തന്നെ നീന്താനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുകൊണ്ടിരിക്കുന്ന ടീം തന്റെ ലോക്കറിൽ നിന്ന് എറിക്കയ്ക്ക് റേസ് എന്നവൾക്കായി വെച്ച ലവ് ലെറ്റർ കിട്ടുന്നു. അവൾ അത് എടുത്തു നോക്കുന്ന ടീം ബാത്റൂം ഏരിയയിൽ നിന്ന് ശബ്ദം വരികയാണ്. വെള്ളം ഇങ്ങനെ വല്ലാതെ വീഴുന്ന ശബ്ദം കേട്ട് അവൾക്കാകെ പേടിയാകുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നു. അവിടെ ആ പ്രേതം ഉള്ളതായി നമുക്ക് കാണാം. പക്ഷെ സ്ക്രീൻ മാറ്റി നോക്കുന്ന എറിക്ക അവിടെ ഒന്നും തന്നെ കാണുന്നില്ല. എങ്കിലും അവൾ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. ആ ടീം അവളുടെ ഒരു സുഹൃത്ത് അങ്ങോട്ടേക്ക് എത്തുന്നു. സാറ് വന്നു, വാ സമയം പോകുന്നു എന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എറിക്കയും കൂടെ പോകുന്നു. ഒരു സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്വിമ്മേഴ്സ് എല്ലാം പ്രാക്ടീസിന് വേണ്ടി വന്നതാണ്. കൂടെയുള്ള മറ്റ് സ്വിമ്മേഴ്സ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ടൈമിനകത്ത് അവർ സ്വിം ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ എറിക്കയ്ക്ക് നന്നായി പെർഫോം ചെയ്യാനേ കഴിയുന്നില്ല. അവളുടെ മനസ്സിൽ അകാരണമായ ഒരു പേടി കയറി കൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവര് പ്രാക്ടീസ് കഴിഞ്ഞ് പോയിട്ടും ഇവൾ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം ആ ടീം വീണ്ടും ഒരു പ്രേതാനുഭവം എറിക്കയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും അവൾ ചുറ്റിനും നോക്കുമ്പോൾ ഒന്നും തന്നെ കാണുന്നില്ല.
അതുകൊണ്ട് അവൾ മുന്നേ കിട്ടിയ റേസിന്റെ കത്തിരുന്ന് വായിക്കുന്നു. ആ കത്ത് വായിച്ച് അവൾ വളരെ ഇമോഷണൽ ആവാണ്. കാരണം അവൻ മരിച്ച ശേഷമാണ് അവന്റെ ഇഷ്ടം ഈ കത്തിലൂടെ അവൾക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും ഉയരത്തിൽ നിന്ന് ഡൈവ് ചെയ്യാനായിട്ട് പുളിയേരിയയിൽ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അവൾ അവിടെ ചെന്ന് നിന്ന് റേസിന് വേണ്ടി അവനെ പറ്റി ഓർത്ത് അവിടെ നിന്ന് ഡൈവ് ചെയ്യാനായി ചാടുമ്പോഴേക്കും വീണ്ടും ആ ആത്മാവിനെ കാണുകയും അവൾ വല്ലാതെ പേടിച്ച് ഡിസ്ട്രാക്റ്റഡ് ആയി അങ്ങനെ അടിതെറ്റി അത്ര വലിയ ഉയരത്തിൽ നിന്ന് വെള്ളമില്ലാത്ത ഒരു ഭാഗത്തേക്ക് വീണവൾക്ക് തല പൊട്ടുകയും അവൾ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. തുടരെ ഇപ്പോൾ 2 മരണങ്ങളാണ് നടന്നിരിക്കുന്നത്. രണ്ടും പ്രഥമ ദൃഷ്ട്യ ആത്മഹത്യയായിട്ടാണ് തോന്നുന്നത്. അത് ആ സ്കൂളിലെ പ്രിൻസിപ്പലിന് വല്ലാത്ത പ്രഷർ ആവുന്നു. പ്രാക്ടീസ് കഴിഞ്ഞ പൂൾ ഏരിയയുടെ അവിടെ എരിക്ക മരിച്ചത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇപ്പൊ കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് കൊണ്ട് അവളുടെ ട്രെയിനറായ ഈ PT സാർ അവളെ കൂടുതൽ സ്ട്രെസ് എടുപ്പിച്ചത് കൊണ്ടായിരിക്കാം എന്ന് ആരോപിച്ച് സാറിനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനായി പ്രിൻസിപ്പൽ തീരുമാനിക്കുന്നു. അങ്ങനെ അതിന്റെ കാര്യം പറഞ്ഞ ആകെ ദേഷ്യത്തില് സാർ നടന്നു പോകുമ്പോഴാണ് ആൻഡ്രയെ കാണുന്നത്. നിന്റെ 2 കൂട്ടുകാരല്ല ചത്തത്, അതിന് കാരണം അലക്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ കഴുത്തില് അവന്റെ അച്ഛൻ കൊടുത്തതാണെന്ന് പറയുന്ന ഒരു ചരട് ഞാൻ കണ്ടിരുന്നു. അവന്റെ അച്ഛൻ ഓൾറെഡി ഒരു ശാമന. നിങ്ങൾ 3 എണ്ണം കൂടി അവനെ ഇട്ട് ശരിക്ക് പയറ്റുന്നുണ്ടായിരുന്നല്ലോ. അതിന്റെ കലിപ്പിന് അവൻ ഒന്നെങ്കിൽ ഏതോ ആത്മാവിനെ ആവാഹിച്ചെടുത്ത് ഇവിടെ കൊലപാതകം നടത്തുന്നതോ അല്ലെങ്കിൽ കൂടോത്രം ചെയ്ത് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതോ ആണ്. ഇനി ഒരു പക്ഷെ അവന്റെ അച്ഛന്റെ ആത്മാവ് തന്നെ അവനെ സംരക്ഷിക്കാനായിട്ട് കൂടെ കാണും. അതുകൊണ്ടായിരിക്കും ആ ചരട് പോലും അവൻ അഴിക്കാത്തത്. തനിക്ക് നേരെ വന്ന ആരോപണങ്ങൾ നേരെ അലക്സിന്റെ തലയിൽ കെട്ടിവെക്കാനായി നോക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന ആൻഡ്രിക്ക് അലക്സിനോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നു. അങ്ങനെ അലക്സ് ആകട്ടെ അടുത്ത ദിവസം അമ്മയുടെ കൂടെ സ്കൂളിലേക്ക് വരുന്ന ടീം അമ്മയോട്, അമ്മ ശരിക്കും അച്ഛന് ആത്മാക്കളെ കാണാൻ കഴിയുമായിരുന്നോ എന്നൊരു സംശയം പോലെ ചോദിക്കുമ്പോൾ, എന്ത് പറ്റി ഇപ്പൊ അങ്ങനെ ചോദിക്കാനെന്ന് അമ്മ ചോദിക്കുന്നു. ഇതുപോലെ 3 ആത്മാക്കളെ ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടെന്ന കാര്യങ്ങളെല്ലാം അലക്സ് വിശദീകരിക്കുമ്പോൾ, ഒരു ശാമനായ നിന്റെ അച്ഛന്റെ ഭാര്യയായി ജീവിച്ചതിൽ വളരെ അഭിമാനമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാം, അങ്ങനെ ആത്മാക്കളെ നീ കാണുന്നുണ്ടെങ്കിൽ അവർ നിന്നോട് എന്തോ ഒരു സഹായം ആവശ്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടിയാണ് അവർ നിന്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതെന്ന് അമ്മ പറയുന്നു. ആ ആത്മാക്കളെ സഹായിച്ച് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാണ് അമ്മ തന്നോട് പറയുന്നതെന്ന് അലക്സിന് മനസ്സിലാവുന്നു. അന്ന് അവൻ സ്കൂളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ മാഗിയെ കാണുന്നു. നമുക്ക് മീഡിയ ക്ലാസ്സിലേക്ക് പോയി ഇന്ന് ഫ്രീ ടൈം ഉള്ളപ്പോ സിനിമ കണ്ടാലോ എന്ന് മാഗി പറയുമ്പോൾ അലക്സ് സന്തോഷത്തോടെ സമ്മതിക്കുന്നു. അങ്ങനെ അവർ ആ മീഡിയ ക്ലാസ്സിലേക്ക് പോയി ഒരു കൊറിയൻ ഹൊറർ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാഗി നന്നായി പേടിക്കുമ്പോൾ അലക്സ് ആ ഒരു ചാൻസ് മുതലാക്കി അവളുടെ മുന്നിൽ വലിയ ധൈര്യശാലിയായിരുന്നു പേടിക്കുന്ന അവളെ ആശ്വസിപ്പിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ വിചാരിച്ചതുപോലെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. എന്തായാലും സിനിമ കണ്ടിറങ്ങുമ്പോൾ അവൻ വളരെ ഹാപ്പി ആകുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വന്ന സിനിമ കാണാം, ഞാൻ ഈ സമയം വളരെയധികം എൻജോയ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് പോകുമ്പോൾ അവിടെ അവനെ കാത്ത് ആൻഡ്രോ നിൽപ്പുണ്ടായിരുന്നു. നീ എന്തിനാ എന്റെ കൂട്ടുകാരെ കൊന്നതെന്ന് അവൻ ആക്രോശിക്കുന്നു. എനിക്കൊന്നും അറിയില്ലെന്ന് അലക്സ് പറയുന്നത് കേൾക്കാതെ ആൻഡ്രി അവന്റെ കഴുത്തിലെ അച്ഛന്റെ ആ ഒരു ചെയിൻ പിടിച്ചു മാറ്റുന്നു. എന്തായാലും ഇത്തവണ അലക്സിന് അടി കിട്ടിയ കാര്യം അറിയുന്ന അമ്മ അവനുമായി സ്കൂളിലെത്തി പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുന്നു. പ്രിൻസിപ്പൽ ആൻഡ്രിയോട് അതിനെ പറ്റി തിരക്കുമ്പോൾ അവൻ വളരെ അഹങ്കാരത്തിൽ മറുപടി കൊടുക്കുന്നത് കേൾക്കുന്ന പ്രിൻസിപ്പൽ അവനെ 2 ആഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് ഇതിനെപ്പറ്റി മാഗിയോട് പറയാനായി അവളെ അന്വേഷിച്ച് ആ മീഡിയ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മാഗി ഇല്ല, പകരം ആ ആത്മാക്കളെ അവൻ കാണുന്നു. അവൻ പേടിച്ച് വെളിയിലേക്ക് ഓടുമ്പോൾ അവിടെ മാഗി ഉണ്ടായിരുന്നു. നീ എവിടെയായിരുന്നു, ഞാൻ എത്ര നേരം കാത്തിരുന്നു എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇതുപോലെ ആൻഡ്രിയെ സസ്പെൻഡ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞ ശേഷം തിരിയുന്ന ടീമാണ് അവൻ ആ ആത്മാക്കളെ വീണ്ടും കാണുന്നത്. അമ്മ പറഞ്ഞതുപോലെ ഇവർ തന്നോട് സഹായം ചോദിക്കുകയായിരിക്കുമെന്ന് കരുതി അവൻ അവരെ ശ്രദ്ധിക്കുമ്പോൾ അവർ ലൈബ്രറിയുടെ അവിടേക്ക് വിരൽ ചൂണ്ടുന്നത് അവൻ കാണുന്നു. അവൻ അങ്ങനെ മാഗിയും കൂട്ടി വേഗം തന്നെ ലൈബ്രറിയുടെ അവിടേക്ക് പോകുമ്പോൾ അകത്ത് സീനിയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് അകത്ത് കയറി പരിശോധിക്കാൻ കഴിയുന്നില്ല. ഈ ആത്മാക്കളുടെ കാര്യം വീണ്ടും അലക്സ് പറയുമ്പോൾ മാഗി അതൊന്നും കേൾക്കുന്നില്ല, നിനക്ക് വട്ടാണെന്നൊക്കെ പറഞ്ഞ് അവളത് ഇഗ്നോർ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഇന്ന് രാത്രി ലൈബ്രറി ഒന്ന് അരിച്ചു പറക്കാൻ പോവാണെന്ന് അവൻ തീർത്തു പറയുന്നു. അങ്ങനെ അന്ന് രാത്രി ആരും അറിയാതെ അവൻ ലൈബ്രറിയിലേക്ക് പോകാനായി നിൽക്കുന്നു. അവിടേക്ക് അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെ മാഗിയും അവനെ സഹായിക്കാനായി വരുന്നു. ഇതേ സമയം ആൻഡ്രൂ ആകട്ടെ അലക്സ് ക്ലാസ് കഴിഞ്ഞ് പുറത്ത് പോയിട്ടില്ല, അവൻ സ്കൂളിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവനെ തന്റെ കൂട്ടുകാരുടെ മരണത്തിന് പകരം ചോദിച്ച് കൊല്ലാനായി ആയുധവും എടുത്തുകൊണ്ടുവരുന്നു. അപ്പോഴേക്കും ലൈബ്രറിയിലെത്തി ആ 3 പെൺകുട്ടികൾ പഠിച്ചിരുന്ന വർഷത്തെ റെക്കോർഡ്സ് പരിശോധിക്കുകയാണ് അലക്സ്. സിൻഡി എന്ന ആ പെൺകുട്ടി ആരാണ് എന്നവൻ ഇത് കാണുമ്പോൾ ഡൗട്ട് തോന്നുന്നു. കാരണം ഈ മരിച്ച 3 പെൺകുട്ടികളും സിൻഡി എന്ന പെൺകുട്ടിയുടെ റാഗിങ് മൂലം മരിച്ചു എന്നാണ് ഇവൻ കേട്ടത്. പക്ഷെ ഈ പെൺകുട്ടികൾ മരിച്ച ടീം അവർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയിരുന്നില്ല, സീനിയേഴ്സ് ആയിരുന്നു. പൊതുവെ സ്കൂളിൽ സീനിയേഴ്സിനെ റാഗ് ചെയ്യാറില്ലല്ലോ, ഫസ്റ്റ് ഇയർകാരെയല്ലേ റാഗ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഇത് തമ്മിൽ ഒരു പൊരുത്തക്കേട് തോന്നുന്ന അലക്സ് ആകട്ടെ സിൻഡിയെ അതിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനങ്ങനെ ആ ഫോട്ടോ കണ്ട് ഞെട്ടാണ്. അവനിപ്പോ നോക്കുന്നത് സിൻഡിയുടെ ഫോട്ടോ ആയിരുന്നല്ലോ. ആ ഫോട്ടോയിലുള്ളത് അവന്റെ ക്രഷ് ആയിരുന്ന മാഗി ആയിരുന്നു. സിൻഡി മാർഗരറ്റ് മാഗി എന്നതാണ് അവളുടെ ഫുൾ നെയിം. അത് കണ്ട് ഞെട്ടി അവന്റെ കൂടെ ഇവിടെ നിന്നിരുന്ന മാഗിയെ നോക്കുമ്പോൾ അവൾ ആ ലൈബ്രറിയിലേ ഇല്ല. അപ്പോഴേക്കും ഒരാളുടെ നിലവിളി കേൾക്കാം. അത് മറ്റാരുമല്ല, ആൻഡ്രോ ആണ്. അവനെ പ്രേതമായ മാഗി
ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ്രയുടെ കഥ അവൾ കഴിക്കുമെന്ന അവസ്ഥയാകുമ്പോൾ അങ്ങോട്ടേക്ക് അലക്സ് കടന്നു ചെല്ലുന്നു. ആൻഡ്രയെ മാഗി ആക്രമിക്കാൻ നോക്കുന്നത് അലക്സിന്റെ മേത്ത് കൊള്ളുന്നു. ഉടനെ അവൾ അവളുടെ രൂപത്തിലേക്ക് മാറി, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നില്ല, എനിക്ക് ഇവനെയാണ് കൊല്ലേണ്ടതെന്ന് പറഞ്ഞ് അവൾ വീണ്ടും ആ കൊടൂര പ്രേതമായി മാറാൻ തുടങ്ങുമ്പോൾ അലക്സ് അവളെ തടയാണ്. എനിക്കറിയാം, ആ 3 സീനിയേഴ്സ് അന്ന് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിരുന്ന നിന്നെ വളരെ ക്രൂരമായി റാഗ് ചെയ്തിരുന്നു. ഈ സ്കൂളിന്റെ സമ്പ്രദായത്തിന്റെ പേര് പറഞ്ഞ് അവർ നിന്നെ പേടാപ്പാടുപെടുത്തിയിരുന്നു. അവര് കാരണമാണ് ഒരു ആസ്മ രോഗിയായ നിനക്ക് ഇൻഹേലർ പോലും സമയത്ത് കിട്ടാതെ, നീ ശ്വാസം കിട്ടാതെ പെടഞ്ഞു മരിച്ചത്. അതിന് പകരമായി നീ അവരെ കൊന്നു. ഇപ്പോഴേ നീ ഈ ആൻഡ്രയെ കൊല്ലാൻ നോക്കുന്നതും ഇവന്റെ ആ 2 കൂട്ടുകാരെ കൊന്നതും എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നും എനിക്കറിയാം. പക്ഷെ അത് തെറ്റാണ്. ഇവനെ നീ കൊല്ലരുത്, അതല്ല നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവളെ അവൻ തടയാനായി ആവുന്നതെല്ലാം പറയുന്നു. പക്ഷെ ആദ്യമൊന്നും മാഗി അത് കേൾക്കുന്നില്ല. പക്ഷെ ഒടുക്കം അലക്സിന് തന്നോടുള്ള ആത്മാർത്ഥ സ്നേഹം അറിയാവുന്ന അവൾ അവന് വേണ്ടി അവളുടെ പ്രതികാരം വിട്ടുകൊടുക്കുന്നു. ഓൾറെഡി അലക്സിന് ശ്യാമനായ അവന്റെ അച്ഛനിൽ നിന്ന് പ്രേതാത്മാക്കളെ കാണാനുള്ള പവർ ലഭിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് ഇയർ പഠിക്കാനായി എത്തിയ ടീം. ആ കൂട്ടത്തിൽ ശാന്തി കിട്ടാതെ അലയുന്ന ആത്മാവായ സിൻഡി എന്ന മാഗിയെ അവൻ കണ്ടത്. പക്ഷെ അവളെ ഒരു പ്രേതമായല്ല അവൻ കണ്ടത്, ഒരു മനുഷ്യ പെൺകുട്ടിയായിരുന്നു. ഇവിടെ ഇവന് മാത്രമേ അവളെ കാണാനും കഴിയുന്നുള്ളൂ. അങ്ങനെ അപ്പൊ തൊട്ട് അവളോട് വലിയ ഇഷ്ടം തോന്നി ഇവൻ വളരെ കെയറോടെ, വളരെ കൂട്ടായി അവളോട് ചേർന്ന് നിന്നു. ഇവൻ വളരെയേറെ റാഗിങ് അനുഭവിച്ച് കഷ്ടപ്പെടുന്നതെല്ലാം പലപ്പോഴായി കാണുന്ന അവൾക്കും അവനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിരുന്നു. അവൾ അനുഭവിച്ചതും ഇപ്പോൾ മറ്റൊരാൾ അനുഭവിക്കുന്നല്ലോ എന്ന ആ ഒരു സിമ്പതിയും അഫെക്ഷനും അവനോട് തോന്നി. അതുകൊണ്ടാണ് തന്നെ ദ്രോഹിച്ചവരെ കൊന്നൊടുക്കിയതുപോലെ ഇവനെ ദ്രോഹിച്ചവരെയും കൊല്ലാനായി അവൾ തുടങ്ങിയത്. എന്തായാലും ആൻഡ്രിയയുടെ ജീവൻ അലക്സ് ഇടപെട്ട് രക്ഷിക്കുന്നു. അവനുവേണ്ടി പ്രതികാരം വിട്ടുകൊടുത്ത് മാഗിയും അവിടെ നിന്ന് മറയുന്നു. ആകെ പരിക്കേറ്റിരുന്ന ആൻഡ്രിയെ അലക്സ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അലക്സിന്റെ കഴുത്തിൽ കിടന്ന അച്ഛൻ നൽകിയ ഒരു ചെയിൻ ബലമായി പിടിച്ചു വാങ്ങിയതിപ്പോൾ തന്റെ തെറ്റുകൾ മനസ്സിലാക്കി ആൻഡ്രൂ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ എല്ലാം ഇപ്പോൾ നോർമൽ ആയിരിക്കുന്നു. പിന്നീട് 1 വർഷം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ അലക്സ് ഇപ്പോ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് അല്ല, അവൻ സീനിയർ ആയിരിക്കുകയാണ്. പക്ഷെ അവന്റെ സീനിയേഴ്സിനെ പോലെ ഒരു മോശക്കാരൻ സീനിയർ ആയിരുന്നില്ല അവൻ, മറിച്ച് ജൂനിയേഴ്സിനെ വളരെയധികം ചേർത്ത് നിർത്തുന്ന വളരെ ഫ്രണ്ട്ലി ആയ ഒരു സീനിയർ ആയിരുന്നു. ആ കൊല്ലവും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരു ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായി മാഗിയെ അവൻ കാണുന്നു. സീനിയേഴ്സ് അതിന്റെ അധികാരം ഉപയോഗിച്ച് ജൂനിയേഴ്സിനോട് ചെയ്യുന്ന അനീതികളെ ഒരു പരിധി വിട്ടാൽ ചെറുക്കാനായി തന്നെയാണ് അവൾ ഇപ്പോൾ ഇവിടെ ഉള്ളത്. അത് അലക്സിനും നന്നായി അറിയാം. അവനങ്ങനെ ഒരു കാലത്ത് അവന്റെ ക്രഷ് ആയിരുന്ന മാഗിയെ നോക്കി വളരെ ഹാപ്പിയായി ചിരിക്കുന്നു. അവളും അവനോട് അതേ സ്നേഹത്തോടെ തിരിച്ചു ചിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആയിരുന്നു ഈ മാഗിയാണ് പ്രേതമെന്ന കാര്യം. ഞാനാകെ ഷോക്കായി, നിങ്ങളും ഞെട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണാം. ബൈ.